ഹലോ ഫ്രണ്ട്സ്, ഹായ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖമല്ലേ? അപ്പോൾ നല്ല കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട്, നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെറിയൊരു ജലദോഷം പോലെ ഒരു വ്യത്യാസമുണ്ട്. എന്നാലും ഞാൻ നിങ്ങളിലേക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യവുമായിട്ട് എത്തണം എന്നുള്ളത് കൊണ്ട് ഞാൻ വന്നതാണ്. ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ആർത്തവ സമയത്തെ വേദന. ആർത്തവ സമയത്തെ വേദന നമ്മളുടെ ആരോഗ്യവുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. ആ ഒരു ടൈമിലുള്ള വേദന എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കും, ഇതറിയാത്തൊരു വ്യക്തിക്കും മനസ്സിലാക്കുക പ്രയാസമാണ്. നമ്മുടെ ചെറുവിരൽ തൊട്ട് ഉച്ചി വരെ ഉണ്ടാകുന്ന മരവിപ്പും പെരുപ്പും, അത് നട്ടലിൽ കൂടി ബാധിച്ച് നല്ലൊരു പെയിൻ, അത് അനുഭവിക്കുമ്പം നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരിക്കും ആ ഒരു വേദന. ഏകദേശം പ്രസവ വേദനയ്ക്ക് തുല്യം വരുന്ന വേദന ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അനുഭവപ്പെടുന്നതാണ്. ഈ ഒരു വേദന നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നന്നായിട്ട് ബാധിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ പറയുന്നത്. സാധാരണയായി ആദ്യ ആർത്തവം 12-15 വയസ്സ് വരെ ഈ ഒരു കാലയളവിലാണ് ആദ്യത്തെ ആർത്തവം ഉണ്ടാകുന്നത്. എന്നാൽ ഇപ്പോഴുള്ള മിക്ക കുട്ടികളിലും അത് നേരത്തെയായി കാണുന്നു. ഇപ്പോഴത്തെ ആഹാര രീതിയും ഭക്ഷണക്രമങ്ങളും ഫാസ്റ്റ് ഫുഡ്, ആ ഒരു രീതിയിലുള്ള ക്രമമില്ലാത്തുള്ള ആഹാരങ്ങൾ, പോഷകഗുണമില്ലാത്ത ആഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നു, കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് ആർത്തവം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. മറ്റു ചില കുട്ടികൾക്ക് അമിതവണ്ണം വന്നിട്ട് 15 വയസ്സിന് ശേഷം ലേറ്റായിട്ട് ആർത്തവം കാണുന്നു. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു പ്രശ്നം ഹെൽത്തി വരുന്ന ഒരു പ്രോബ്ലമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് 12 വയസ്സിന് മുൻപ് ഒരു ആർത്തവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് പേടിക്കാനൊന്നുമില്ല. അതുപോലെ തന്നെ 15 വയസ്സിന് ശേഷം ആർത്തവം വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 15 വയസ്സ് കഴിഞ്ഞിട്ടും ആർത്തവം വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണുക. കാര്യം അത് എന്തെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനായിട്ട് ആർത്തവ സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 വയസ്സിൽ ഉണ്ടാകുന്ന ആർത്തവം വരുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു വർഷം വരെ അതികഠിനമായ വേദന അനുഭവപ്പെട്ടില്ലെങ്കിൽ പോലും അതിനുശേഷം ഒരു 25 വയസ്സ് വരെ നല്ല വേദന അനുഭവപ്പെടും. ചിലപ്പോൾ ചില ഡെലിവറിക്ക് ശേഷം വേദന കുറയുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആർത്തവം ക്രമം തെറ്റിയോ അതല്ല ബ്ലീഡിങ് കുറവ് അങ്ങനെയുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഓവർ ബ്ലീഡിങ് ഇങ്ങനെയൊക്കെ ഈ ഒരു 25 വയസ്സിനകത്ത് വെച്ച് കാണുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണണം. അത് നമ്മുടെ ആരോഗ്യവും പരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ്. ക്രമമായിട്ടുള്ള ആർത്തവവും അതുപോലെയുള്ള ബ്ലീഡിങ്ങും പല സമയത്ത് ബ്ലീഡിങ്ങിന്റെ അളവ് കുറഞ്ഞും കൂടിയും ഇരിക്കും. എന്നാൽ അതൊന്നും പേടിക്കേണ്ടതായിട്ടുള്ള കാര്യവുമല്ല. ഞാൻ ഇന്ന് ഈ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ബ്ലീഡിങ്ങും വേദനയും അമിതമായിട്ട് ഒരു 40 വയസ്സിന് ശേഷം വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിൽ പോയി അതിനുള്ള കാര്യം എന്തെല്ലാം ടെസ്റ്റുകളാണോ അത് നടത്തേണ്ടതാണ്. കാര്യം യൂട്രസിൽ ഉണ്ടാകുന്ന മുഴ, അതുപോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ, ഇതൊക്കെ വരാനുള്ള സാധ്യത ഈ ഒരു ഓവർ ബ്ലീഡിങ്ങിലൂടെയും 40 വയസ്സിന് ശേഷമുള്ള അമിത വയറുവേദനയിലൂടെയും നമുക്ക് അവരെ അറിയിപ്പ് നൽകുന്നതാണ്. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളതിന്റെ അറിയിപ്പ് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള ഓവർ ബ്ലീഡിങ്ങും 40 വയസ്സിന് ശേഷം ഉള്ള ഓവർ ബ്ലീഡിങ്ങും അതുപോലെ സഹിക്കാൻ വയ്യാത്ത വേദന നമുക്ക് ആദ്യകാലത്തെ വേദനയെക്കാട്ടിലും കഠിനമായ വേദനയായിരിക്കും. ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നീട് നിങ്ങൾ ടെസ്റ്റ് നടത്തുക. പറയുന്ന ടെസ്റ്റുകളെല്ലാം നടത്തി നോക്കുക. കുഴപ്പമില്ല എങ്കിൽ ഓക്കെ, അതല്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ കണ്ടിന്യൂ ചെയ്യുക. ഇത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് തന്നെ ഇതുകൊണ്ടാണ്. കാര്യം 40 വയസ്സിന് ശേഷം വരുന്ന ബ്ലീഡിങ് ഒട്ടുമിക്ക ആൾക്കാരും അത് ആർത്തവം സ്റ്റോപ്പ് ആകാൻ വേണ്ടിയിട്ടുള്ള ബ്ലീഡിങ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മിക്ക സ്ത്രീകളിലും ആർത്തവം സ്റ്റോപ്പ് ആകുന്ന ഒരു കാലയളവാകുന്നുണ്ട്. ആ ഒരു സമയത്തുണ്ടാകുന്ന ഓവർ ബ്ലീഡിങ് അത് കണ്ടിന്യൂ, നിങ്ങൾക്ക് ഓവർ ബ്ലീഡിങ് ഉണ്ടെങ്കിലും അതുപോലെ വേദന, അതികഠിനമായ വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോവുക. 35 വയസ്സിന് ശേഷമാണ് എങ്കിൽ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല. എന്നാലും വേദനയുടെ കാഠിന്യം നോക്കി വേണം ഡോക്ടറെ സമീപിക്കണമോ എന്ന് ചിന്തിക്കേണ്ടത്.
പിന്നെ അതികഠിനമായ വേദനയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം, ബ്ലീഡിങ് കുറവാണ് എങ്കിൽ ബ്ലീഡിങ് കുറഞ്ഞിട്ട് വരുന്ന നല്ല കഠിനമായ വേദനയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുന്നതും വയറ്റിൽ ചൂട് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ ആർത്തവം ഉണ്ടാകുന്നതിന് ഒരാഴ്ച മുൻപ് നിങ്ങൾക്ക് ഡേറ്റ് കറക്റ്റ് ആക്കി വെച്ചിട്ട് ഒരാഴ്ച മുമ്പ് ധന്വന്തരം കുഴമ്പോ മറ്റോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഉപയോഗിച്ച് നന്നായിട്ട് ബോഡി മസാജ് ചെയ്ത് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഇത് ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനയും ബ്ലീഡിങ് സ്റ്റോപ്പ് ആകുന്നതും ഇടയ്ക്കിടയ്ക്കുള്ള ബ്ലീഡിങ് കാര്യം ഒരു ഫസ്റ്റ് ടു 5-6 ഡേ വരെ നല്ല ബ്ലീഡിങ് ഉണ്ടാകും. ഇതിനിടയ്ക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഡേ ബ്ലീഡിങ് ഉണ്ടായിട്ട് സെക്കൻഡ് ഡേ ബ്ലീഡിങ് ഉണ്ടാകാതെ വരികയും അത് തേർഡ് ഡേ ആവുമ്പോഴത്തേക്കിനും ബ്ലീഡിങ്ങും ആയിട്ട് വരികയും ചെയ്യുന്ന ചിലർക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ക്രമം തെറ്റാതെ ബ്ലീഡിങ് ഉണ്ടാക്കുവാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ് ധന്വന്തരം കുഴമ്പ് തേച്ചിട്ട് അതല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിച്ച് തേച്ച് ചെറു ചൂടുവെള്ളത്തിൽ ദേഹം കുളിക്കുന്നത്. ഇത് നല്ലൊരു മാർഗമാണ്. പിന്നെ രണ്ടാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഷായങ്ങൾ, ആയുർവേദ കഷായങ്ങളുണ്ട്. അത് ഞാൻ ഒരു വീഡിയോയിൽ, കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്രമം തെറ്റാതെ നമുക്ക് ആർത്തവവും അതുപോലെ ബ്ലീഡിങ്ങും ഉണ്ടാകും. പിന്നെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോർമോൺ ഒന്ന് ചെക്ക് ചെയ്യുക. തൈറോയിഡ് അങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ക്രമം തെറ്റി ആർത്തവം വരാറുണ്ട്. അതുപോലെ ബ്ലീഡിങ്ങിനും ഒക്കെ പ്രശ്നമുണ്ടാകാറുണ്ട്. ആ ആർത്തവം അതുപോലെ ക്രമമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക് കൗതുകകരമായി തോന്നുകയും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നവരും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാര്യം ആരും ഗൗനിക്കില്ല. 40 വയസ്സിന് ശേഷമുള്ള ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനയും ഓവർ ബ്ലീഡിങ്ങും ആരും കാര്യമാക്കാറില്ല. അതുകൊണ്ട് ആണ് അത് കൂടുതൽ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടത്. നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.